ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം. ഉലകവും ഉള്ളതുമായി കലർന്നു നിൽക്കും നിലവലുതായൊരു നീതി കേടിതത്രേ. അറുതീടനരുതാത വാക്മനോഗോചരം ഇതിലെങ്ങു ചരിച്ചിടും പ്രമാണം. ജീവിതത്തിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാവുന്നതുമുണ്ട്, അറിയാനാകാത്തതുമുണ്ട്. ഒന്നിൽ തന്നെ മറ്റൊന്ന് കലർന്നിരിക്കുന്നുണ്ട്. ഈ ലോകം നശ്വരമാണ്, എന്നാൽ അതിൽ അനശ്വരമായ ഉണ്മയും ഉണ്ട്. ജനനത്തിൽ മരണം ഒളിച്ചിരിപ്പുണ്ട്, എന്നാൽ മരണത്തിലെത്തുമ്പോൾ മാത്രമേ നമുക്ക് മരണം ബോധ്യമാകൂ. ഇഷ്ടത്തിൽ അനിഷ്ടം മറഞ്ഞിരിക്കുന്നുണ്ട്. അനിഷ്ടം പ്രകടമാകുമ്പോഴേ അനിഷ്ടത്തെ നാം അറിയൂ. അങ്ങനെ ചിലതെല്ലാം നാം അറിയുന്നു, അതിൽ തന്നെ നമുക്കറിയാത്തതും നിലകൊള്ളുന്നു. ഈയൊരവസ്ഥ വലിയൊരു നീതികേടാണ്, വൈരുദ്ധ്യമാണ് എന്ന് ഗുരു പറയുന്നു. നമുക്കൊന്നും നിശ്ചയിക്കാനാകാത്ത അവസ്ഥ വരുന്നു. ജീവിതത്തിനുള്ള കോപ്പ് കൂട്ടുമ്പോഴാകും മരണം കടന്നു വരുന്നത്. ഉലകിനെ വിശ്വസിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ അത് ഇല്ലാത്തതാണ് എന്നും മറ്റൊന്നാണ് അവിടെയുള്ളത് എന്നും ബോധ്യം വരുന്നു. ഏതനുഭവത്തിലും ഇങ്ങനെ തന്നെ. വെളിച്ചത്തിലൂടെ നടന്ന് അവസാനിക്കുന്നത് ഇരുട്ടിൽ. ഇതിനൊരു അറുതി ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടിങ്ങനെ? മനുഷ്യർ കാലങ്ങളായി ഇതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, തത്വശാസ്ത്രങ്ങൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ഈ വൈരുദ്ധ്യം എന്തുകൊണ്ട് നിലനിൽക്കുന്നു? ഇതിനെ എങ്ങനെ മറികടക്കാം? ഇപ്പോഴും ചിന്ത, കർമ്മം തുടരുന്നവരുണ്ട്. എന്നാൽ പ്രത്യക്ഷമായ ഈ ഉലകിനു പിറകിലുള്ള ഉണ്മയെ അറിയാൻ മനസ്സ്, വാക്ക് എന്നിവയാൽ ഒന്നും കഴിയുകയില്ല. നാം സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഒരു പ്രമാണത്തിനും ഇതിനെ വിശദീകരിക്കാനും ആകില്ല. കാരണം അവയ്ക്കൊന്നും സത്യത്തിലേക്ക് എത്തിച്ചേരാനാകില്ല. അപ്പോൾ നാം ഇന്നേ വരെ ആർജിച്ച വിജ്ഞാനമോ അവയ്ക്കെല്ലാം അനുമാനങ്ങളുടെ സ്ഥാനമേയുള്ളൂ. ആത്മാവിനെ അറിയൽ അനുഭവമാണ്. ആ അനുഭവത്തിന് മുൻപിൽ എല്ലാ പ്രമാണങ്ങളും അർത്ഥശൂന്യമാണ്. അതുകൊണ്ട് ആര് എന്തൊക്കെ പറഞ്ഞാലും അവയെല്ലാം പരിമിത കാഴ്ചകളാണ്. അനുഭവമാണ് സത്യമായി ഭവിക്കുന്നത്.